അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് കുറച്ച് കിച്ചൺ ടിപ്സാണ്. അപ്പോൾ നമ്മൾക്ക് തേങ്ങ അരക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും, പ്രത്യേകിച്ച് രാവിലെ തന്നെ. അപ്പോൾ നമുക്ക് എളുപ്പത്തിലൊരു 2 മിനിറ്റിനുള്ളിൽ തന്നെ എത്ര തേങ്ങ വേണമെങ്കിലും ചിരവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കില്ല നമുക്ക്. അപ്പോൾ നോക്കാം നമുക്കതെങ്ങനെയാണ് ചെയ്യണതെന്ന്. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കണത് 2 തേങ്ങയാണ് എടുത്തേക്കണത്. അപ്പോൾ 4 മുറി തേങ്ങയുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യണത് അതൊരു കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒടുങ്ങി ഒരു അരമണിക്കൂർ, അത് എത്ര നേരം വെച്ചാലും കുഴപ്പമില്ല, പക്ഷെ ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. ഇപ്പോഴാണ് നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വെറുതെ വെക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പൊട്ടിച്ചിട്ടൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ വീണ്ടും എടുത്തു കഴിഞ്ഞതിന് ശേഷം തണുപ്പ് പോകാൻ വേണ്ടി വെക്കണം. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഒരു കത്തി എടുത്തിട്ട് അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഫുള്ളായിട്ട്, ചില തേങ്ങകൾ പെട്ടെന്ന് തന്നെ ഫുള്ളായിട്ട് കിട്ടും, ചിലത് കുറച്ച് ഹാർഡാണെങ്കിൽ ഫുള്ളായിട്ട് കിട്ടില്ലെങ്കിലും നമുക്ക് വിട്ട് കിട്ടും, പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അതിന് ശേഷം നമുക്ക് വീണ്ടും ചെയ്യേണ്ടത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ വെള്ളയപ്പം, പാലപ്പം, വട്ടയപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ നമ്മൾ ചിരവയിൽ വെച്ചിട്ട് എടുത്ത് കഴിയുമ്പോൾ ആ ഒരു തേങ്ങയുടെ ബേക്കിലുള്ള ആ ഒരു ഇത് കൂടെ അതിൽ ഉൾപ്പെടും. അപ്പോൾ പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ പുറം ഭാഗം ഒന്ന് ചെത്തി കൊടുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെള്ള കളറിലുള്ള തേങ്ങ നമ്മൾക്ക് കിട്ടും. ഇപ്പം ഞാനങ്ങനെ ചെയ്യണില്ല, കാരണം എനിക്ക് കറിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മുകളിലുള്ള ഈ കറമ്പൽ, നമ്മുടെ ഇവിടെയൊക്കെ കറമ്പൽ എന്നാണ് പറയണത്, അത് ഞാൻ കളയുന്നില്ല. ഇങ്ങനെ കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളയപ്പം, വട്ടയപ്പം ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല വെള്ളയപ്പത്തിനും വട്ടയപ്പത്തിനൊക്കെ നല്ല കളറായിട്ട് കിട്ടും. ഞാനത് അരിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കി എല്ലാനും ഈവണായിട്ട് കിട്ടും, ഒരേപോലെ തന്നെ നമ്മൾക്ക് ഈ തേങ്ങ കിട്ടും. നമ്മൾ ചിരവ വെച്ചിട്ട് ചിരവി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരേപോലെ കിട്ടില്ല. അപ്പോഴും നമ്മളൊന്ന് ജസ്റ്റ് മിക്സിയിൽ അടിച്ചിട്ട് എടുക്കണം, അപ്പോഴേ നമുക്ക് ഒരേപോലെ കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി, എന്തും തേങ്ങ വറുത്തരച്ച കറികളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾക്ക് വറക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭാഗം പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും, ഒരു ഭാഗം മൊരിഞ്ഞ് കിട്ടൂല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനൊന്ന് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിപ്പോൾ ഇത് നമ്മൾ ഒരു ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാസങ്ങളോളം അതിൻ്റെ ഫ്രഷ്നെസ് പോകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പം വേറൊരു മെത്തേഡ്, ഞാനിപ്പോൾ ഇവിടെ ഒരു തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് നേരെ ഡയറക്റ്റായിട്ട് ഞാൻ ഫ്രീസറിലേക്ക് വെച്ചുകൊടുക്കുകയാണ്. എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചുകൊടുക്കണം. നന്നായിട്ട് തേങ്ങ നല്ല തണുപ്പ് ആയി കിട്ടണം. അതിനുശേഷം നമ്മൾ പുറത്തെടുത്ത് കുറച്ച് നേരം ആ തേങ്ങയുടെ തണുപ്പ് മാറാൻ വേണ്ടി പുറത്തെടുത്ത് വെക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ കത്തി വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് ഇളകി വരും. അതിനുശേഷം നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയതിന് ശേഷം മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കാം. ഞാനെപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ആദ്യത്തെ മെത്തേഡാണ്. പക്ഷേ എൻ്റെ അനിയത്തിയൊക്കെ യൂസ് ചെയ്യണത് അവരെപ്പോഴും യൂസ് ചെയ്യണം. അവർ പറഞ്ഞിട്ടാണ് ഞാൻ ഇതും ചെയ്ത് നോക്കിയത്. ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വളരെ എളുപ്പമാണ്. വെള്ളത്തിലൊന്നും ഇടണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ചിരവയൊന്നും ഇല്ലെങ്കിലും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഫ്രീസറിൽ വെച്ച് പിന്നെ നമ്മളൊന്ന് കുത്തി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളകി വരും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് വിദേശത്തുള്ളവരുടെ കയ്യിലൊക്കെ എല്ലാവരുടെ അടുത്തൊന്നും ചിരവയൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പം തേങ്ങ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ചെയ്ത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാനും എളുപ്പമാണ്. കുറേ കാലം നമ്മൾക്കിത് കേടാകാതെയും ഇരിക്കും. പിന്നെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇതേപോലെ തന്നെ മിക്സിയിലടിച്ച് തേങ്ങ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുക. പിന്നെ നമ്മൾക്കുള്ള ആ ഒരു മടി നമുക്ക്, കാരണം തേങ്ങ ചിരണ്ടാനുള്ള ഭയങ്കര ഒരു മടിയാണ്, പ്രത്യേകിച്ച് രാവിലെ തന്നെ. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു പരിഹാരമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ഞാനത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ തൈരിൻ്റെ ഒഴിഞ്ഞ കണ്ടെയ്നറിലാണ് ഇത് ഇട്ട് വെക്കുന്നത്. നമ്മൾ സാധാരണ ഇതൊക്കെ കളയാറുണ്ട് പതിവ്. പക്ഷെ നമ്മൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളുത്തുള്ളി അതെല്ലാം ഇതുപോലെ തന്നെ തേങ്ങ ഉള്ള ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ചില സമയത്ത് നമ്മൾ തിരക്കുള്ള സമയത്ത് ഫ്രിഡ്ജിലൊക്കെ നിറച്ച് സാധനങ്ങളുള്ള സമയത്ത് ഫ്രിഡ്ജൊന്നും ക്ലീൻ ആക്കാൻ വേണ്ടി പെട്ടെന്ന് പറ്റാത്തൊരു സമയത്ത് ഫ്രിഡ്ജിനുള്ള സ്മെല്ലും ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ബേക്കിംഗ് സോഡ എടുക്കുക. നമ്മൾ സാധാരണ എടുക്കുന്ന അപ്പത്തിനൊക്കെ എടുക്കുന്ന സോഡാപ്പൊടിയില്ലേ, സോഡാപ്പൊടി എടുത്തിട്ട് ഒരു പാത്രത്തിൽ എടുത്തതിന് ശേഷം ആ ഫാനിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലുള്ള എല്ലാ മണങ്ങളും മാറി നല്ല ഫ്രഷായിട്ട് ഇരിക്കും. സാധനങ്ങളെല്ലാം ഫ്രഷായിട്ട് മാസങ്ങളോളം നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു കണ്ടെയ്നറിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം വരെ വെള്ളം നിറച്ച് വെക്കുക. എന്നിട്ട് അത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും കേടാകാതെ ഫ്രഷായിട്ട് തന്നെ നമ്മൾ വാങ്ങിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുമോ ആ ഒരു ഫ്രഷ്നെസ്സിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മൾ പലപ്പോഴും സംഭവിക്കുന്നതാണ്, നമ്മൾ ഗ്ലാസ് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് രണ്ടും കൂടെ കുടുങ്ങി പോകും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അതൊന്ന് നിലത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ ഞാൻ എപ്പോഴും പറയണത് പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.